കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കുറച്ചുനാളുകളായി കത്തി നിൽക്കുന്ന വിഷയമാണ് മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ. മേയർക്കെതിരെ യദു സമർപ്പിച്ച പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല കേരള പോലീസ്. തുടർന്ന് യദു കോടതിയെ സമീപിക്കുകയും കോടതി മേയർക്കെതിരെയും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെതിരെയും കേസെടുക്കാൻ നിർദ്ദേശിച്ചു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ കേസിൽ ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. KSRTC ഡ്രൈവർ യദു മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ എന്നിവരുടെ മൊഴിയാകും പോലീസ് ആദ്യം രേഖപ്പെടുത്തുക. ഇവരോട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ആര്യയുടെയും സച്ചിൻ ദേവിന്റെയും മൊഴിയെടുക്കുക. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് തീരുമാനം. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം FIR-ലുണ്ട്. MLA അസഭ്യവാക്കുകൾ ഉപയോഗിച്ചതായും FIR-ൽ പറയുന്നു. ഗുരുതര കുറ്റങ്ങളുണ്ടെങ്കിലും മേയറുടെയും MLAയുടെയും അറസ്റ്റ് നിർബന്ധമല്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ IPC 353 വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം. 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലാക്കണം. പൊതുശല്യമുണ്ടാക്കിയതിനുള്ള വകുപ്പിന് 200 രൂപ മാത്രമാണ് പിഴ ശിക്ഷ. അന്യായമായി തടഞ്ഞുവയ്ക്കലിന് 1 മാസം തടവും പിഴയും അനുഭവിക്കണം. പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ 5 പ്രതികളും ഒരേപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും MLAയ്ക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം. സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും. പ്രതിസ്ഥാനത്ത് മേയറും MLAയുമായതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും. സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. മേയർക്കും MLAയ്ക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാകേണ്ടി വരില്ല. ഇവർക്കായി അഭിഭാഷകൻ എത്തിയാൽ മതിയാകും. മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ 2 ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം. ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുത്ത് സാക്ഷികളാക്കാനുള്ള നീക്കം പോലീസ് നടത്തും. ഇവരുടെ പക്കൽ വീഡിയോയോ രേഖകളോ ഉണ്ടെങ്കിൽ നിർണായകമാകും. കണ്ടക്ടർ സുബിന്റെ പുറത്തുവരാത്ത മൊഴിയും നിർണായകമാണ്. പ്രതികളുടെ മൊഴികൾക്കൊപ്പം തെളിവുകൾ ശേഖരിക്കുകയും വേണം. എന്നാൽ മെമ്മറി കാർഡ് കിട്ടാത്തതും മറ്റ് രേഖകളും തെളിവുകളും ഇല്ല എന്ന സ്ഥിതി വന്നാൽ കേസ് എഴുതിത്തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാനാകുമെന്നും നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.